सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा अन्नपूर्णे सदा पूर्णे शङ्करप्राणवल्लभे ज्ञानवैराग्यसिद्ध्यर्थं भिक्षां देहि च पार्वतीं माता च पार्वती देवी पिता देवमहेश्वरा बान्धवो शिवभक्ताश्च सुदेशं भुवनत्रयम्. നമസ്തേ നമസ്തേ നമസ്തേ. ഹരി 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 ബോൾ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ. പ്രേമത്തോടെ, എങ്ങനെ പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നാമം ജപിക്കാൻ പോകുന്നു അല്ലേ? നാമം ജപിക്കുമ്പോൾ നാളെ ഏകാദശിയാണ്. ഹിന്ദിയിൽ നെല്ലിക്കയ്ക്ക് എന്ത് പറയും? ഉത്തരം പറയുന്നവർക്ക് ചോക്ലേറ്റ് ഉറപ്പായിട്ടും സമ്മാനം തരും. ഹിന്ദിയിൽ നെല്ലിക്കയ്ക്ക് എന്ത് പറയും? കമന്റ് ബോക്സ് ഞാൻ കാണുന്നുണ്ട്. ആമോ? ആം മാങ്ങയല്ലേ? ചത്തരിയോ? हे भगवान, हे जगन्नाथ विष्णु हरि प्रेमानंद भगवान, ये क्या हो रहा है? आप छतरी കുർസി കസേര. ഇത് പണ്ട് LKG പഠിച്ചത് മുഴുവൻ ഇങ്ങോട്ട് പറയുവാണോ? നാളെ ഏകാദശി. ഹേ ഭഗവാൻ, ഹേ ജഗന്നാഥ് പരമാനന്ദ ജഗന്നാഥ് പ്രഭുജിക്ക് അല്ലേ? അപ്പോൾ അത് പറയാൻ കാരണം നാളെ ഏകാദശിയാണ്. ഏകാദശിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നാളെ അമലക്കി ഏകാദശി എന്ന് പറയുന്ന ഏകാദശിയാണ്. ഇതിനെ രംഗ്ഭരി ഏകാദശി എന്നും നമ്മൾ പറയാറുണ്ട്. അമലക്കി ഏകാദശി അഥവാ രംഗ്ഭരി ഏകാദശി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന് ഏകാദശി ഏതാണ്ട് ഇന്ന് രാത്രി കൊണ്ട് നമുക്ക് ഏകാദശി തുടങ്ങും അല്ലേ? ഏകാദശി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പ്രേമത്തോടുകൂടി ആനന്ദത്തോടുകൂടി വിഷ്ണു സഹസ്രനാമം ജപിച്ചും വിഷ്ണുനാമം ഭജിച്ചും ഇരിക്കാനുള്ള ഇത് വരട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഹരിവാസരത്തിൻ്റെ സമയം പറയാം. അപ്പോൾ ഏകാദശി ഇന്ന് രാത്രി കൊണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരിവാസര സമയം ഏതാണെന്ന് പറയാം. 20/3/2024 20/3/2024 എന്ന് പറയുന്നത് നാളെ 20/3/2024 8:58 PM തുടങ്ങി 21/3/2024 4:58 വരെയാണ്. 4:58 AM വരെയാണ് ശരിക്ക് ഈ ഹരിവാസരം പറഞ്ഞിട്ടുള്ളത്. ഹരിവാസരം അത്രയും സമയമുണ്ടല്ലോ, ഹരിവാസര മുഹൂർത്തം. അപ്പോൾ ഹരിവാസരത്തിൽ നാമജപത്തിന് പ്രാധാന്യം കൂടും. അതുപോലെ പാരണ വീട്ടുന്ന സമയം, പാരണ വീടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഇല്ലേ? പാരണ വീടുന്ന സമയം 21-ാം തീയതി 21/3/2024 1:41 PM to 4:07 PM. അപ്പോൾ 1:41 മുതൽ 4:07 വരെയുള്ള സമയം നമുക്ക് പാരണയ്ക്കും കിട്ടും. പലരും പറയാറുണ്ട് ഇല്ലേ, മന്ത്രങ്ങളിലെല്ലാം എല്ലാ മന്ത്രങ്ങൾക്കും ഭഗവതിയായി ഭവിക്കുന്നത് ഗായത്രിയാണ്. അതുപോലെയാണ് സസ്യങ്ങളിൽ ഇല്ലേ പുണ്യവൃക്ഷമായി വന്നത് നെല്ലിമരമാണ്. അതുകൊണ്ടാണ് മഹാലക്ഷ്മി പൂജയ്ക്ക് നമ്മൾ നെല്ലിക്ക എടുക്കുന്നത്. നെല്ലിക്ക പൊടി, നെല്ലിക്ക ഇതൊക്കെ മഹാലക്ഷ്മി പൂജയ്ക്ക് എടുക്കാമെന്നുള്ള ദ്രവ്യങ്ങളാണെന്ന് ദേവി ഭാഗവതത്തിൽ ദേവി പറയുകയും ചെയ്യുന്നുണ്ട്. അമ്മ എന്ത് പറ്റി? അമ്മയ്ക്കൊരു വിഷമം എന്ത് പറ്റി? എന്തോ ഇത്ര വലിയ വിഷമം ഇല്ലേ? എല്ലാ വിഷമവും വൈകുന്നേരം നാമജപത്തിൽ തീരേണ്ടതാണല്ലോ. വിഷമിക്കണ്ട കേട്ടോ. അപ്പം ആയുരാരോഗ്യ സൗഖ്യദായകമാണ് അമലക്കി ഏകാദശി അഥവാ അംല ഏകാദശി എന്ന് പറയുന്നത്. അമലക്കി ഏകാദശി അഥവാ അംല ഏകാദശി എന്ന് പറയുന്നത് ഇതിനെ തന്നെ രംഗ്ഭരി ഏകാദശി എന്ന് നമ്മൾ പറയാറുണ്ട്. ഫാൽഗുന മാസത്തിൽ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് നമ്മൾ ഈ പറയുന്ന അംല ഏകാദശി ഓർ അമലക്കി ഏകാദശി ഓർ ചിലയിടത്ത് ആമലക്കി ഏകാദശി എന്ന് പറയുന്നത്. 2 ഏകാദശികൾ നമുക്കുള്ളതറിയാം. അതിൽ കൃഷ്ണപക്ഷവും ഉണ്ട് ഏകാദശി, ശുക്ലപക്ഷവും ഉണ്ട്. അതിൽ ശുക്ലപക്ഷത്തിലെ ഏകാദശിക്കാണ് നമുക്ക് പ്രാധാന്യം കൂടുതൽ നമ്മൾ കൊടുക്കുക.
സ്കന്ദപുരാണം പറയുന്ന അനുസരിച്ച് ബ്രഹ്മാവിൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ തുള്ളിയാണത്രേ നെല്ലിമരമായിട്ട് വന്നത്. ഔഷധ ചെടിയുണ്ടായി, അങ്ങനെ നെല്ലിമരം ഉണ്ടായി വന്നു എന്നും ഈ നെല്ലിമരത്തിൽ ലക്ഷ്മി സാന്നിധ്യം, അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദേവി ഭാഗവതത്തിനകത്ത് മഹാലക്ഷ്മി പൂജ പറയുന്നിടത്തൊക്കെ ദേവിക്ക് നെല്ലിക്കയാണ് നമ്മൾ നിവേദ്യമായിട്ട് വയ്ക്കുക, ഇല്ലേ? നെല്ലിക്ക, അങ്ങനെ നെല്ലിമരം പുണ്യവൃക്ഷമായെന്നും തുളസി പോലെ തന്നെ പ്രാധാന്യമുണ്ടെന്നും നെല്ലിമരത്തിനെ നമ്മൾ പൂജ ചെയ്യുന്നത് ആരോഗ്യ സൗഖ്യം, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ നവാഹം തുടങ്ങിയിട്ടുള്ള യജ്ഞങ്ങൾക്ക് നമ്മൾ ഈ ആചാര്യന്മാരായിട്ടിരിക്കുമ്പോൾ, ഇല്ലേ, നമ്മൾ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ്, ആചാര്യനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു ആഹാരവും ഇല്ലല്ലോ. ഈ 9 ദിവസവും ശരീരം ശുദ്ധമാക്കി വെച്ച് പരിശുദ്ധമാക്കി വെച്ച് ഭഗവതിയുടെ ഇരിപ്പിടമാണെന്ന് സങ്കല്പിച്ച് ഈ 9 ദിവസവും കരിക്കിൻ്റെ വെള്ളവും നെല്ലിക്കയുടെ നീരും ഒക്കെയാണ് സാധാരണ, ഇല്ലേ? നമ്മുടെ യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാമില്ലേ, സാധാരണ കരിക്കിൻ്റെ വെള്ളമാണ്. കരിക്കിൻ്റെ വെള്ളം കൊണ്ടും നെല്ലിക്കയുടെ നീര് കൊണ്ടുമാണ് ഈ 9 ദിവസവും ആഹാരം എന്ന് പറയുന്നത് അങ്ങനെ കഴിക്കാറേയില്ല. അത് യജ്ഞത്തിൻ്റെ ക്രമം അനുസരിച്ചിട്ടാണ്, ഇല്ലേ? അപ്പോൾ കൂടെയിരിക്കുന്നവർ ഉറപ്പായിട്ടും കഴിക്കണമല്ലോ. ഇത് കേൾക്കാൻ വരുന്നവർ കഴിക്കണം. ഇതൊക്കെ ആചാര്യൻ അനുഷ്ഠിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതാണ്, ഇല്ലേ? അപ്പോൾ നെല്ലിമരത്തിന് പൂജ നടത്തുന്നത്, ഇല്ലേ, നെല്ലിമരത്തെ പൂജിക്കുന്നത്, നെല്ലിമരത്തിന് വെള്ളം ഒഴിക്കുന്നത് തുടങ്ങിയവയൊക്കെ ഈ അമലക്കി ഏകാദശി പ്രമാണിച്ച് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഐശ്വര്യം ഉണ്ടാകും, പ്രത്യേക ഗുണമുണ്ടാകും, ഇല്ലേ? ഭഗവാനും ഭഗവതിക്കും നെല്ലിക്ക നിവേദ്യമായിട്ട് വയ്ക്കാം, നെല്ലിക്ക പൊടി നിവേദ്യമായിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ സാധാരണ ഈ നെല്ലിക്ക നീര് പിഴിഞ്ഞിട്ട്, ഇപ്പം സാധാരണ നൂൽത്തിരി ഉണ്ടല്ലോ, നൂൽത്തിരി നമ്മൾ വിളക്ക് കത്തിക്കാൻ എടുക്കുന്ന തിരി നെല്ലിക്ക നീരിൽ മുക്കി നല്ലവണ്ണം ഉണക്കി എടുത്തിട്ട് വിളക്ക് കത്തിക്കാൻ, ഈ അമലക്കി ഏകാദശിക്ക് വിളക്ക് കത്തിക്കാൻ എടുക്കുക. സാധാരണ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഇവിടെയൊക്കെ ഏകാദശി എടുക്കുന്നവർ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കയ്ക്ക് ഈ ഈശ്വരീയമായ ഈ ഒരു ഗുണമുള്ളത് കൊണ്ടാണ്, ഇല്ലേ? അതുപോലെ നെല്ലി വൃക്ഷം നടുക, നെല്ലി വൃക്ഷത്തെ നമസ്കരിക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഏകാദശിക്ക് നിർജ്ജലമായിട്ടല്ലെങ്കിൽ, ഇപ്പോൾ ജലത്തോടു കൂടിയാണ് ഏകാദശി കഴിക്കുന്നതെങ്കിൽ നെല്ലിക്കയുടെ നീര് നല്ലതാണ്. അതുപോലെ തന്നെ ഹരിപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിക്ക് പ്രിയമാണ് നെല്ലിക്ക, ഇല്ലേ? അപ്പോൾ ദശമി നാൾ മുതൽ ഊണ് ഒരു നേരമാക്കി, ആര്യാഹാരം ഒരു നേരമാക്കി, നാവിനെയും ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങളെയും ഒക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട്, ഇല്ലേ? ബാക്കി 365 ദിവസവും ദഹനേന്ദ്രിയത്തിന് ഒരു റെസ്റ്റും ഇല്ലല്ലോ. അപ്പോൾ ഈ വയറിനൊരു റെസ്റ്റൊക്കെ കൊടുത്ത് വളരെ നേർപ്പിച്ച പാലോ പഴമോ ഒക്കെ കഴിച്ച് നമുക്ക് ഏകാദശിയുടെ തലേന്നാൾ മുതൽ നമുക്ക് ചിട്ടകൾ ആരംഭിക്കാം. നാമജപമാണ് പ്രധാനം, ഇല്ലേ? ദ്വാദശിയിൽ നമ്മൾ ഏകാദശിയുടെ അവസാനം ദ്വാദശിയുടെ പാരണ വെട്ടുന്ന സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് പാരണ അവസാനിപ്പിക്കാം. എന്താണെങ്കിലും നാഗങ്ങളിൽ വിശിഷ്ടമായ നാഗം ആദിശേഷനാണെന്നും പക്ഷികളിൽ ഗരുഡനാണെന്നും വ്രതങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് ഏകാദശിയാണെന്നും ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്നു, ഇല്ലേ? അപ്പോൾ ആ ദിവസം അന്നത്തെ ദാനം ചെയ്യുകയോ വസ്ത്രത്തെ ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതിന് പ്രത്യേക ഫലമുണ്ട്. ഈ ഏകാദശി ദിവസം രാവിലെ തുളസി ദേവിയെ നമസ്കരിക്കുന്നത് ഗുണത്തെ ചെയ്യുക മാത്രമല്ല 3 തവണ പ്രദക്ഷിണം വെച്ച് നമ്മൾ വൃന്ദാവനേശ്വരി എന്ന് പറയുന്ന തുളസി ദേവിയുടെ 8 നാമങ്ങളുണ്ട്. ഏത് നാമങ്ങളാണെന്ന് ഞാൻ മിണ്ടത്തില്ല, ഞാൻ പറഞ്ഞു തരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് തളർന്നു. അറിയാമെന്നുള്ള അമ്മമാർ കമൻറ്റിൽ എഴുതിയാൽ മതി. പറയുമെന്ന് പറഞ്ഞിരിക്കുക, ഇല്ലേ? അപ്പോൾ ഈ വൃന്ദാവനേശ്വരി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള തുളസി ദേവിയുടെ നാമങ്ങൾ ജപിക്കാം. നമ തുളസി കല്യാണി വിഷ്ണുപ്രിയേ ശുഭേ മോക്ഷപ്രദേ ദേവി സർവസമ്പത്പ്രദായിനി എന്ന നാമത്തെ ജപിക്കാം. ഓം നമോ നാരായണായ നമ എന്ന് പറയുന്ന നാമം ജപിക്കാം. അങ്ങനെ നാമം ജപിക്കുക മാത്രമല്ല വിഷ്ണു സഹസ്രനാമം, നാരായണീയം തുടങ്ങിയവ പാരായണം ചെയ്ത് എന്ത് നാമവുമാവാം. അത് ഇനിയിപ്പോൾ നാരായണ കവചമാകാം, നാരായണ സൂക്തമാവാം, വിഷ്ണു സഹസ്രനാമമാവാം, വിഷ്ണു അഷ്ടോത്തരമാവാം തുടങ്ങിയവയൊക്കെ ജപിച്ച് ആനന്ദത്തോടുകൂടി
ഈ വരുന്ന ഏകാദശി അനുഷ്ഠിക്കാൻ ഭഗവാനും ഭഗവതിയും ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏകാദശ തത്വങ്ങൾ എന്താണെന്നും കൂടി പറഞ്ഞ് നമുക്ക് ഈ സത്സംഗം നമുക്ക് സമർപ്പിക്കാം. ഏകാദശത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, മനസ്സ് ജ്ഞാനേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5, 5 5 10, മനസ്സും കൂടി ചേരുമ്പം 11 ഏകാദശ തത്വങ്ങൾ എന്നായി. ഇനി ഏകാദശ തേജോ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകാദശ തേജോ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതിയെടുത്ത് വെച്ച് പഠിച്ചാൽ ആർക്ക് കൊള്ളാം? നമുക്ക് കൊള്ളാം, ഇല്ലേ? ഏകാദശ തേജോ സ്പർശം, സംഖ്യ, പ്രമാണം, പൃഥക്ത്വം, സംയോഗം, വിഭാഗം, പരത്വം, അപരത്വം, വേഗം, രൂപം, ദ്രവത്വം എന്നീ 11 ഗുണങ്ങളെയാണ് ഏകാദശ തേജോ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഏകാദശ തേജോ ഗുണങ്ങൾ എന്ന് പറയുന്നത് സ്പർശം, സംഖ്യ, പ്രമാണം, പൃഥക്ത്വം, സംയോഗം, വിഭാഗം, പരത്വം, അപരത്വം, വേഗം, രൂപം, ദ്രവത്വം ഇവയാണ് പറയുന്നത്. ഈ പറയുന്ന ഗ്രന്ഥം എൻ്റെ വിശ്വാസം തർക്കദീപിക, ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഈ 11 ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന തർക്കദീപികയാണെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ. തർക്കദീപികയിലല്ലേ എന്നൊരു സംശയം. ആണ്, തർക്കദീപികയിലാണ്. തർക്കദീപികയ്ക്കകത്ത് ഈ ഗുണങ്ങളെ പറയുമ്പോൾ ഏകാദശിയോടനുബന്ധിച്ച് ഏകാദശ രുദ്രന്മാരെയും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഏകാദശ രുദ്രന്മാരറിയാമോ? അറിയാമെന്നുള്ള റേസ് യുവർ ഹാൻഡ്. ഇത് കണ്ടോ, ഇന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാ. ഞാനിത് പഠിപ്പിക്കുന്നത് പലതും പഠിക്കാതെ പിറ്റേ ദിവസം രാവിലെ ഇങ്ങ് കൈ വീശിഞ്ഞു പോരും. കണ്ട, നാളെ തൊട്ട് അമ്മമാരൊന്നും ഞാൻ നോക്കത്തില്ല, 2 തരും ഞാൻ. അത്ര തന്നെ. ഏകാദശ രുദ്രന്മാരെന്ന് പറയുന്നത് അജൈകപാദ്, അഹിർബുദ്ധ്യൻ, വിരൂപാക്ഷൻ, സുരേശ്വരൻ, ജയന്തൻ, ബഹുരൂപൻ, അപരാജിതൻ, സാവിത്രൻ, ത്രംബകൻ, വൈവസ്വതൻ, ഹരൻ. ഇത്രയുമാണ് ഏകാദശ രുദ്രന്മാരെന്ന് പറയുന്നത്. 11 ഇല്ലേ അമ്മേ? ചിലപ്പോൾ എണ്ണുമ്പോൾ ഇനി ഒരെണ്ണം കുറഞ്ഞു പോകുമെന്തോ. നോക്കാം. 1 അജൈകപാത്ത്, 2 അഹിർബുദ്ധ്യൻ, 3 വിരൂപാക്ഷൻ, 4 സുരേശ്വരൻ, 5 ജയന്തൻ, 6 ബഹുരൂപൻ, 7 അപരാജിതൻ, 8 സാവിത്രൻ, 9 ത്രംബകൻ, 10 വൈവസ്വതൻ, 11 ഹരൻ. ഈ 11 രുദ്രന്മാരെയാണ് ഏകാദശ രുദ്രന്മാരെന്ന് നമ്മൾ പറയുന്നത്. ഇത് വിഷ്ണു പുരാണം 1-ാം അംശത്തിലെ 15-ാം അധ്യായത്തിനകത്താണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. വിഷ്ണു പുരാണം 1-ാം അംശത്തിലെ ഏതധ്യായം? 15-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏകാദശ രുദ്രന്മാരെ കുറിച്ച് പറഞ്ഞു. ഇനി അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏകാദശ പൂജാസ്ഥാനങ്ങൾ. നമ്മൾ ഈ 11 പൂജാസ്ഥാനങ്ങളെയും നമ്മൾ പൂജിക്കാൻ വേണ്ടിയാണ് ഏകാദശ പൂജാസ്ഥാനങ്ങളെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ പറഞ്ഞു തരുന്നതാണ് പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ, ഇല്ലേ? സൂര്യൻ, അഗ്നി, വിപ്രൻ, ഗോക്കൾ, വിഷ്ണുനാമം ചൊല്ലുന്നവൻ, ആകാശം, വായു, ജലം, ഭൂമി, സർവഭൂതങ്ങൾ, ഇവയാണ് നമ്മൾ ഏകാദശ പൂജാസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇതും തർക്കദീപികയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. തർക്കദീപികയാണ് ഏകാദശ. ഈ 11 സ്ഥാനങ്ങളും സർവദാ പൂജയ്ക്ക് അർഹമാണ്. അതുകൊണ്ടാണ് ഏകാദശ പൂജാസ്ഥാനങ്ങളെന്ന് പറയുന്നത്. ഏകാദശ പൂജാസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് പറയൂ? ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഇരുന്ന് ഉറങ്ങുന്ന അമ്മ പറയൂ. കണ്ടുപിടിച്ചമ്മേ. ഇത് ലൈവ് ആണെന്നൊന്നും പേടിക്കണ്ട. ഇവിടെ ഇരുന്നാലുണ്ടല്ലോ എല്ലാം കാണാം. എനിക്ക് കാണാം ഈ അടുക്കളയ്ക്കകത്ത് ഇല്ലേ, ആ നൈറ്റി ഇട്ടുകൊണ്ട് തെക്ക് വടക്ക് കിടന്ന് ഓടുന്നതും, ദോശ ചുടാൻ ഓടുന്നതും, നാമം ജപിക്കാനെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നിട്ട് എന്തൊക്കെ കച്ചവടങ്ങളാണ്. ഒരു വശത്ത് മിച്ചറുതീറ്റി, ഒരു വശത്ത് വർത്തമാനം പറച്ചിൽ, എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഈ മൊബൈൽ ഫോൺ എവിടെയോ കൊണ്ടിട്ടിട്ട് കാണുന്നുണ്ട്. കുളിയും ജപവും ഒന്നും ഇല്ലാതെ രാവിലെ ഏറ്റവും എടുത്തിട്ട് ആ അംഗവസ്ത്രമായിരിക്കും, ആ ഗൗണുണ്ടല്ലോ, എൻ്റെ പേരെന്തോ, മാക്സി.
കാണാം. ഇവിടെ ഇരുന്നാൽ എല്ലാം കാണാം അമ്മ. അതുകൊണ്ട് അതുകൊണ്ട് വൃത്തിയായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വന്ന് നാമം ജപിക്കാൻ ഇരുന്ന ആർക്ക് കൊള്ളാം? അത്ര തന്നെ. അയ്യോ, ഈ ലൈവിലിരിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കുമല്ലോ. അതാ. അപ്പോൾ ഏകാദശ പൂജാസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഏകാദശ പൂജാസ്ഥാനങ്ങളായിട്ട് കണക്കാക്കുന്നത് സൂര്യൻ, അഗ്നി, സൂര്യഭഗവാനെ, അഗ്നിദേവനെ, വിപ്രനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം നാമം ജപിക്കുന്നവനെ, ബ്രാഹ്മണനെ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. വിപ്രനെ, ഗോക്കളെ, വിഷ്ണുനാമം ജപിക്കുന്നവനെ, ആകാശത്തെ, വായുവിനെ, ജലത്തിനെ, ഭൂമിയെ, ആത്മാവിനെയും സർവ്വഭൂതങ്ങളെയും നമ്മൾ ഏകാദശ പൂജാസ്ഥാനങ്ങളായിട്ട് നമ്മൾ പറയുന്നു. ഏകാദശ പൂജാസ്ഥാനങ്ങളായിട്ട് പറയുന്നു. ഈ തർക്കദീപിക ഇന്ന് കയ്യിലിരിക്കുന്നതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാം ഈ ഏകാദശ മനുഷ്യധർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 11 മനുഷ്യധർമ്മങ്ങളെ കുറിച്ചും കൂടി തർക്കദീപിക പറയുന്നുണ്ട്. അത് സ്വാധ്യായം, ബ്രഹ്മചര്യം, ദാനം, യജ്ഞം, കൃണത്വമില്ലായ്മ, ദയ, അഹിംസ, ക്ഷമ, ജിതേന്ദ്രിയത്വം, ശൗചം, ദൈവഭക്തി എന്നിവ 11 ഏകാദശ മാനുഷധർമ്മങ്ങൾ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അത്രയും കൂടി പറഞ്ഞു വെച്ചിട്ടാണ് ഏകാദശ മാനുഷധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഏകാദശി വ്രതത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് തവണ അംബരീക്ഷന്റെ ചരിതവും അംബരീക്ഷ കഥയും ഒക്കെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതും കൂടിയാണ്, ഇല്ലേ? ഹരിദ്വാറിൽ പോയപ്പോഴേക്കും സാറിൻ്റെ ആശ്രമം കണ്ടു, പരിചയപ്പെട്ടു. ആരെ പരിചയപ്പെട്ടു? അവിടെ ആരെ കണ്ടു അമ്മേ? അവിടെ ഇപ്പോൾ പ്രേമാനന്ദ സ്വരൂപയുണ്ടല്ലോ, അദ്ദേഹത്തിനെ ആയിരിക്കും കണ്ടത്. എന്താണെങ്കിലും സന്തോഷം. സാറിനെ ഞാൻ ആ മെസ്സേജ് കണ്ടായിരുന്നു, ഒന്ന് വാട്സപ്പിൽ അയച്ചായിരുന്നു. സാറിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. എൻ്റെ അമ്മ എന്തൊക്കെയാണോ എന്തോ സംസാരിച്ചതില്ലേ. ഇതുവരെ മനസ്സിലാകാത്ത ഒരു രഹസ്യം കൂടി മനസ്സിലായി. എന്തോ ആണോ എനിക്ക് മനസ്സിലായത് ഇല്ലേ? സാറ് തല മുണ്ടനം ചെയ്തത് ആശ്രമവൃത്തിയുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ഗൂഢരഹസ്യം മനസ്സിലായി. ഓ അയ്യോ, കണ്ടുപിടിച്ചല്ലോ കുറച്ച് കള്ളി. ഈ അമ്മമാർ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ തുറന്നുകൊണ്ട് വരും, ഇല്ലേ? ആശ്രമവുമായി ബന്ധപ്പെട്ട് ദീക്ഷാചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലായി. ശരി, എന്തെങ്കിലും അവർക്ക് മനസ്സിലായല്ലോ, സന്തോഷം. മനസ്സിലായത് തന്നെ സന്തോഷം. അതെ, നാമം ജപിക്കാൻ നോക്കുന്നുണ്ടോ? ഹരിദ്വാർ അറ്റത്ത് നിന്ന് സാറിൻ്റെ ആശ്രമം കണ്ടുപിടിച്ചോണ്ട് വന്നേക്കുന്നു. ഇതൊക്കെ സ്നേഹം കൊണ്ട് പറയുന്നതല്ലേ. എന്തെന്നോ ഒന്നും മറക്കാനില്ലല്ലോ. എല്ലാം അതിൻ്റെ കാലമാകുമ്പോൾ ഞാൻ പറയുമല്ലോ, ഞാൻ ലൈവിൽ പറയാതിരിക്കില്ലല്ലോ. അതിനിപ്പോൾ ആശ്രമത്തിൻ്റെ ദീക്ഷയാണെങ്കിലും ശരി, ആശ്രമത്തിൻ്റെ മറ്റെന്തെങ്കിലും ഇല്ലേ, സാറ് സന്യാസി എന്തെങ്കിലും ആയി പോവുമോ? ഒക്കെ വഴിയെ പറയാമല്ലോ. അതൊന്നും ഇപ്പം നമ്മൾ പറയേണ്ട കാര്യം. ഇപ്പം നമുക്ക് എന്തോ വേണം? നമുക്ക് നാമം ജപിക്കണം, ഇല്ലേ? അപ്പോൾ ഏകാദശ അധിപതികളെ കൂടെ പറഞ്ഞു തരാം. ഏകാദശ അധിപതികൾ, 11 അധിപതികൾ ഉണ്ടെന്നാണ് വിശ്വാസം. അത് ആരൊക്കെയാണ്? ദേവന്മാർക്ക് ഇന്ദ്രൻ അധിപൻ, നക്ഷത്രങ്ങളുടെ അധിപതി ചന്ദ്രൻ, നക്ഷത്രങ്ങൾക്ക് ചന്ദ്രൻ, പ്രജാപതികൾക്ക് ദക്ഷൻ, പ്രജാപതികളുടെ അധിപതി ദക്ഷൻ, ധനത്തിനും യക്ഷരക്ഷസുകൾക്കും കുബേരൻ, മനുഷ്യർക്ക് മനു, ഋഷികൾക്ക് വസിഷ്ഠൻ, ഋഷികളുടെ അധിപതി ആര്? വസിഷ്ഠൻ, ഗ്രഹജ്യോതിസുകൾക്ക് സൂര്യൻ, മറ്റ് ഗ്രഹങ്ങൾക്കും ജ്യോതിസുകൾക്കും അധിപതിയായിട്ടുള്ളത് സൂര്യൻ. ഇപ്പൊ ആരെ കുറിച്ചാ പറഞ്ഞമ്മേ? സൂര്യൻ. ഗ്രഹജ്യോതി. രസങ്ങൾക്ക് വരുണൻ, നദികൾക്ക് സമുദ്രം, ഭൂതഗണങ്ങൾക്ക് ശിവൻ, പക്ഷികൾക്ക് ഗരുഡൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട ഏകാദശ അധിപതികളെ കുറിച്ച് പറയുന്നത്. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ദേവന്മാർക്ക് ഇന്ദ്രൻ അധിപൻ, നക്ഷത്രങ്ങൾക്ക് അധിപൻ ചന്ദ്രൻ, പ്രജാപതികൾക്ക് അധിപൻ ദക്ഷൻ, പ്രജാപതികളിൽ അധിപതി ദക്ഷൻ, ധനത്തിനും യക്ഷരക്ഷസുകൾക്കും കുബേരൻ, ധനത്തിൻ്റെ അധിപതിയും യക്ഷരക്ഷസുകളുടെ അധിപതിയും കുബേരൻ, മനുഷ്യർക്ക് മനു, ഋഷികൾക്ക് വസിഷ്ഠൻ, ഗ്രഹജ്യോതിസുകൾക്ക് സൂര്യൻ, രസങ്ങൾക്ക് വരുണൻ, നദികൾക്ക് സമുദ്രം, ഭൂതഗണങ്ങൾക്ക് ശിവൻ, പക്ഷികൾക്ക് ഗരുഡൻ. ഇത്രയുമാണ് ഏകാദശ അധിപതികൾ. ഈ ഏകാദശ അധിപതികളെ കണ്ടാൽ നമ്മൾ നമസ്കരിക്കണം. പക്ഷികളിൽ ഗരുഡനെയും, ദേവന്മാരിൽ ഇന്ദ്രനെയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രനെയും,
യക്ഷരക്ഷസുകളിൽ കുബേരനെയും മനുഷ്യരിൽ മനുക്കളെയും ഋഷികളിൽ വസിഷ്ഠനെയും ഗ്രഹജ്യോതിസുകളിൽ സൂര്യനെയും രസങ്ങൾക്ക് വരുണനെയും നദികളിൽ സമുദ്രങ്ങളെയും നദികൾക്ക് സമുദ്രനെയും ഭൂതഗണങ്ങൾക്ക് ശിവനെയും പക്ഷികൾക്ക് ഗരുഡനെയും ഏകാദശി നാൾ നമസ്കരിക്കാൻ പറ്റിയാൽ, ഗരുഡനെ കണ്ടാൽ മഹാവിഷ്ണുവാണെന്ന് കരുതി നമസ്കരിക്കണം. അതിൻ്റെ മുകളിൽ ഭഗവാനുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് അത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഭഗവാനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ നമസ്കരിക്കണം. അങ്ങനെ ഏകാദശ അധിപതികളെയും പറഞ്ഞ് ഏകാദശ മാനുഷധർമ്മങ്ങളെയും, 11 മനുഷ്യരായിട്ടുള്ളവർക്ക് 11 ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങൾ നേരത്തെ പറഞ്ഞു. സ്വാധ്യായം പഠിക്കുക, ബ്രഹ്മചര്യത്തെ പാലിക്കുക, ദാനം നടത്തുക, യജ്ഞം നടത്തുക, കൃണത്വമില്ലാതിരിക്കുക, ദയ കാണിക്കുക, അഹിംസ കാണിക്കുക, ക്ഷമ പാലിക്കുക, ജിതേന്ദ്രിയത്വം പാലിക്കുക, ശൗചം പാലിക്കുക, ദൈവഭക്തി ഉണ്ടാകുക. ഇവ തർക്കദീപിക പറഞ്ഞ മനുഷ്യരനുഷ്ഠിക്കേണ്ടുന്ന ഏകാദശ മാനുഷധർമ്മത്തിൽപ്പെടുന്നവയാണ്. ഏകാദശി നാൾ ഏകാദശ മാനുഷധർമ്മങ്ങളെയും ഏകാദശ അധിപന്മാരെയും, അല്ലെ, ഏകാദശി അധിപതികളെയും, പിന്നെയോ ഏകാദശങ്ങളെയും, ഏകാദശ തത്വങ്ങൾ 11 ഏകാദശ തത്വങ്ങൾ, കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും മനസ്സും ചേർന്ന 11 തത്വങ്ങളെയും, ഏകാദശ തേജോ ഗുണങ്ങളെയും, ഏകാദശ തേജോ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പർശം, സംഖ്യം, പ്രമാണം, പൃത്വം, സംയോഗം, വിഭാഗം, പരത്വം, അപരത്വം, വേഗം, രൂപം, ദ്രവത്വം എന്നിങ്ങനെ 11 ഗുണങ്ങളെയും, ഏകാദശ പൂജാസ്ഥാനങ്ങളായ സൂര്യനും അഗ്നിയും വിപ്രനും ഗോക്കളും വൈഷ്ണവനും ആകാശവും വായുവും ഭൂമിയും ജലവും ആത്മാവും സർവഭൂതങ്ങളെയും, ഏകാദശ രുദ്രന്മാരായ അജൈകപാത്, അഹിർബുദ്ധിന്യൻ, വിരൂപാക്ഷൻ, സുരേശ്വരൻ, ജയന്തൻ, ബഹുരൂപൻ, അപരാജിതൻ, സാവിത്രൻ, ത്രംബകൻ, വൈവസ്വതൻ, ഹരൻ എന്നിവരെയും നമ്മൾ നമസ്കരിക്കാൻ പഠിക്കുമ്പോൾ ഏകാദശിയുടെ ഇത് നമുക്ക് കൃത്യമായിട്ട് വരും, ഇല്ലേ? അംബരീഷൻ എന്ന് പറയുന്ന രാജാവ് മോക്ഷത്തെ പ്രാപിക്കാനായിട്ട് ഏകാദശി വ്രതം എടുത്തതായിട്ട് നമുക്കറിയാം. അംബരീഷൻ നവമസ്കന്ധത്തിലാണ്. ദേവീഭാഗവതം നവമസ്കന്ധത്തിന് അംബരീഷൻ, ദേവീഭാഗവതമല്ല, ഭാഗവതം നവമസ്കന്ധത്തിനകത്താണ് അംബരീഷ ചരിതം വരുന്നത്. മുമുക്ഷുക്കൾക്ക് മുക്തിയും ഏകാദശി വ്രതം കൊണ്ട് ലഭിക്കുമെന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നു. ഇനി അഗ്നിപുരാണത്തിൽ പറയുന്ന പ്രകാരം എങ്ങനെ ഏകാദശി എടുക്കാം? ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ദശമി ദിവസം ആഹാര നിയമത്തോടും മാംസവും മൈഥുനവും വർജിച്ചുമിരിക്കണം. ഏകാദശി ദിവസം 2 പക്ഷങ്ങളിലും ഭോജനം ചെയ്യരുത്. ഏകാദശിയിലും ദ്വാദശിയിലും, ഇല്ലേ, ദശമി മറക്കണം, ഏകാദശിയിലും ഭോജനം ചെയ്യരുത്. ഏകാദശിയിൽ ഭോജനം പുണ്യപദമായ ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരുന്ന ദിവസം, വിഷ്ണുവിന്റെ സാന്നിധ്യമുള്ള ദിവസം, ഹരിവാസരം, ഈ ഷോയുടെ ഈ നാമസങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഹരിവാസര മുഹൂർത്തത്തിൽ നാമം ജപിക്കണം, നിരവധി യജ്ഞങ്ങൾ ചെയ്യണം. ത്രയോദശിക്കാകട്ടെ വ്രതപാലനയ്ക്കുള്ള ദിവസമാണ്. ഏകാദശിയിൽ 1 കല മാത്രവും ശേഷമൊക്കെയും ദ്വാദശിയായിട്ടുള്ള ദിവസമാണ് യജ്ഞങ്ങൾക്ക് പുണ്യമായിട്ടുള്ളത്. ത്രയോദശി സംബന്ധമായിട്ടുള്ള ദിവസം പാരണയ്ക്ക് വിശേഷം. ഏകാദശമിയും ദശമിയും ചേർന്നതായ ദശമിയും ഏകാദശിയും വരുന്ന ദിവസം. അതുകൊണ്ടാണ് നമ്മൾ ഏകാദശി എന്നാണെന്ന് എടുത്തു പറയുന്നത്, ഇല്ലേ? ദശമി സ്പർശമുള്ള ഏകാദശി നമ്മൾ ചിലപ്പോൾ നോക്കാറില്ല. പിന്നെ അഗ്നിപുരാണം 178 അധ്യായത്തില് ഒരൊറ്റ മിനിറ്റേ, അഗ്നിപുരാണത്തില് 178 അധ്യായം ഒന്ന് മറിച്ച് നോക്കട്ടെ. ഞാൻ എവിടെയോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇന്നും ഇപ്പോൾ കോളേജിൽ നിന്ന് വന്ന് കയറി ഉടനെ നമ്മൾ തുടങ്ങുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് പലതും ഒന്നും എടുത്ത് നോക്കാനൊരു സമയം കിട്ടില്ല. അഗ്നിപുരാണം 178 അധ്യായം ഒന്ന് നോക്കിക്കോട്ടെ. അഗ്നിപുരാണം 178 കിട്ടിപ്പോയല്ലോ. അഗ്നിപുരാണം 178 അധ്യായത്തിനകത്ത് ഏകാദശി ദിവസം വിഷ്ണു പൂജ ചെയ്യണമെന്നും വിഷ്ണു പൂജ ചെയ്താൽ ഇഹത്തിലും പരത്തിലും സമ്പത്തും സൗഖ്യവും ഉള്ളവനായിരിക്കുമെന്നും മരണാനന്തരം വിഷ്ണുലോകം പോയി പൂജയ്ക്ക് അർഹനായി ഭവിക്കുമെന്നും പറയുന്നു. പിന്നെ മാത്രമല്ല, പാരണ വിടുന്ന സമയത്ത് ജപിക്കാനുള്ള നാമം ഇതാണ്: ഭോക്ഷേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യുവാനായി പോകുന്നു. നിന്തിരുവടി എനിക്ക് ശരണമായി ഭവിക്കണമേ എന്നുള്ള
പ്രാർത്ഥനയിലാണ് പാരണ വീടുക. ഭോക്ഷ്യോഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത, ഭോക്ഷ്യോഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാരണ വിടുക. വെളുത്ത പക്ഷത്തിലെ ഏകാദശി തിഥിയിൽ പൂയം നക്ഷത്രം ചേർന്ന് വന്നാൽ ആ ദിവസം പ്രത്യേകിച്ച് അതൊന്ന് കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കണമേ. ഏതെങ്കിലും ഏകാദശിയിൽ ഈ അടുത്തെങ്ങാനും പൂയം ചേർന്ന് വരുന്നുണ്ടോ, പൂയ നക്ഷത്രം വരുന്നുണ്ടോ, ആ പുണ്യദിനം പാപനാശിനി എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഏകാദശി വളരെ വിശേഷമാണ്. പൂയം നക്ഷത്രം ചേർന്ന് വന്നാൽ അങ്ങനെയുള്ള ഏകാദശിയെ പാപനാശിനി എന്ന് പറയുന്നു. ഏകാദശിയും ദ്വാദശിയും തിരുവോണം നക്ഷത്രത്തോട് ചേർന്ന് വന്നാൽ അതിന് വിജയ എന്ന് പറയുന്നു. തിരുവോണം നക്ഷത്രത്തോട്. അപ്പോൾ ഈ പൂയവും തിരുവോണവും അമ്മമാരൊന്ന് നോക്കി വെച്ചിട്ട് ആ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുവാണെങ്കിൽ പിന്നെ അത് പ്രയോജനം ചെയ്യും. ഈ തിഥി തന്നെ ഫാൽഗുന മാസത്തിൽ പൂയം നക്ഷത്രത്തോട് ചേർന്ന് വന്നാൽ അതിന് ഈ പുണ്യതിഥി കോടി കോടി ഗുണങ്ങളുണ്ട്. ഏകാദശി ദിവസം അപ്പോൾ അത് അത്രയുമാണ് അതിനകത്ത് ഏകാദശിയെ കുറിച്ച് പറയാനുള്ളത്, ഇല്ലേ? ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ടതടിക്കു വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമതേതുമറിഞ്ഞില്ല. അപ്പൊ സർവ്വസൗഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരുമാറാകട്ടെ. നാളെ എന്തുവാണ് വിശേഷം? നാളെ ഇപ്പൊ ഏകാദശി. നാളെ സാറ് ഉള്ളൂർ ക്ഷേത്രത്തിൽ വരുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞറിഞ്ഞു. എന്ന് ഉള്ളൂർ വരും അമ്മ? അത് ഉള്ളൂർ വരുന്നത് 23-ാം തീയതിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇല്ല, 23-ാം തീയതി. അത് പക്ഷേ വൈകുന്നേരമാണ് കേട്ടോ, നമ്മുടെ സത്സംഗമൊക്കെ തുടങ്ങുന്നതിന് മുമ്പിലാണ്. അപ്പം അതുകൊണ്ട് ലൈവൊക്കെ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടമ്മേ. പിന്നെ ഈ ചൂട് കാലമൊക്കെയാണ് കേട്ടോ, വെള്ളമൊക്കെ കുടിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇനി ഈ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു 100 ഇൻഫെക്ഷൻസ് ഒക്കെ വരും കേട്ടോ മേ. പിന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സ് പിള്ളേർക്കുള്ള ചെറുപ്പക്കാരുടെ ഗ്രൂപ്പ് ഇല്ലേ, ചെറുപ്പക്കാരുടെ ഗ്രൂപ്പ് ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു എൻട്രിയോ എക്സിറ്റോ നമുക്ക് പുതിയൊരു എൻട്രി കൊടുക്കാൻ നമുക്ക് തൽക്കാലം നിർവാഹമില്ല. അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അത് തുടങ്ങാം. ഈശ്വര പ്രാർത്ഥന തൊട്ടാണ് നമ്മൾ എല്ലാ ബാച്ചും പഠിപ്പിച്ചു തുടങ്ങുക. ഈശ്വര പ്രാർത്ഥന തൊട്ട് അങ്ങോട്ടേക്ക് പ്രഭാത കൃത്യങ്ങൾ എങ്ങനെ, പ്രഭാത വന്ദനം അങ്ങനെ. സാറ് സന്യാസം സ്വീകരിക്കുക. ഇതെല്ലാം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു, സ്വയം അങ്ങ് തീരുമാനിക്കുവാണോ? എന്ത് സന്യാസമേ, ജീവിച്ചിരിക്കുമ്പോൾ ഈ സദാ ജപിക്കുന്ന നാമങ്ങൾ തന്നെയാണ് ഇല്ലേ? ശരീരബോധം ഉണ്ടാവാതിരിക്കണം, കാണുന്നതൊന്നും സത്യമല്ലെന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവണം. അങ്ങനെയൊക്കെ ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ എല്ലാം നമ്മൾ ഒന്നിലും കയറി ഒട്ടിപ്പിടിക്കണ്ട. ഞാൻ ഈ ബോധമാണ്, ഞാൻ ഈ ശരീരമാണ്, ഞാൻ അറിവാണ്, ഞാനാണ്, ഒന്നിലും കയറി ഒട്ടിപ്പിടിക്കണ്ട ഇല്ലേ? വഹ്നി സംതപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം എന്തൊക്കെ നമ്മൾ ശരീരത്തിനെ സൂക്ഷിച്ചാലും ഒരു നാൾ അവിടെ ഒരു വിളി വരും. ആ വിളി വരുമ്പോൾ കർമ്മങ്ങളുടെ ഭാണ്ഡം തീവ്രത അനുസരിച്ച് സന്തോഷമായിട്ട് ആരോഗ്യത്തോടുകൂടി പിന്നെ പറയുന്നുണ്ട് ഇവിടെ എല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ കാണുന്നുണ്ട്, നമ്മുടെ യങ്സ്റ്റേഴ്സ് കമന്റ് കാണുന്നുണ്ട്. മക്കളെ വാട്സപ്പിൽ ഞാൻ രാത്രി 10:15 ഒരു സൂം മീറ്റ് ഇടുന്നുണ്ട്. അത് ചെറുപ്പക്കാരുടെ നിങ്ങൾക്ക് ഇല്ലേ,
നമ്മൾ ദേവീ സൂക്തമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ദേവീ സൂക്തം പഠിച്ചു കഴിഞ്ഞു, പുരുഷ സൂക്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുരുഷ സൂക്തം ചൊല്ലി കേൾപ്പിക്കാനുള്ളവർ പുരുഷ സൂക്തം ഒന്ന് ചൊല്ലി കേൾപ്പിക്കണേ, ഇല്ലേ? അമ്മ ഒരൊറ്റ മിനിറ്റ്, ഞാനൊന്ന് ഒരു കോൾ എടുത്തോട്ടെ. ഹലോ, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാമേ. ഞാൻ ഒരു ലൈവ് വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഞാൻ വിളിക്കാവേ. ശരി എന്നാൽ, ഓക്കെ. നാളെ ഞങ്ങളുടെ ക്യാമ്പസിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ HR അല്ല ഹ്യൂമൻ റിസോഴ്സുകാർ വിളിച്ചതാണ്. ക്യാമ്പസ് ലൊക്കേഷൻ എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയാനായിട്ട്. പിള്ളേർക്ക് ഇപ്പോൾ പിന്നെ പിള്ളേർക്കൊക്കെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടനെ ജോലിയല്ലേ, അതിൻ്റെ വന്നതാണ് അല്ലേ? അപ്പോൾ ശരി എന്നാൽ, സന്തോഷമായിട്ട് ആനന്ദത്തോടെ പ്രേമത്തോടു കൂടി നമുക്ക് നാളെ കാണാം, ഇല്ലേ? പല അമ്മമാരും പരാതി പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നത് കിട്ടുന്നില്ല. അത് അമ്മ ഞാനല്ലല്ലോ ചെയ്യുന്ന അമ്മ. അതൊക്കെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് ഷെയർ ചെയ്യലൊന്നുമില്ല അമ്മേ. ഞാൻ ആകെ നമ്മുടെ വാട്സപ്പ് ബാലഭാഗവതം ഗ്രൂപ്പിൽ 2-3 എണ്ണത്തിൽ ഷെയർ ചെയ്യും. ബാക്കിയൊക്കെ അങ്ങ് പ്രക്കാനം ക്ഷേത്രത്തിൽ സാറ് വരുന്നുണ്ടോ? ഡിസംബർ മാസത്തിൽ പ്രക്കാനത്ത് വരുന്നുണ്ട്. മാത്രമല്ല അവിടെ പ്രക്കാനത്ത് വരണം, കാരണം നമ്മുടെ രവിചേട്ടൻ്റെ നമ്മുടെ വേണ്ടപ്പെട്ട അല്ലേ, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു സാഡ് ഡിമൈസ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് പ്രക്കാനത്തേക്കൊന്ന് പോകണം. അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും പ്രക്കാനത്തേക്കൊന്ന് ഇറങ്ങണം, മലയാളപ്പുഴ ഒന്ന് കയറണം. ഇങ്ങനെ ഒരുപാട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കരിക്കകത്ത് എല്ലാ ദിവസവും ഭഗവതിയെ തൊഴുന്നുണ്ട്, ഇല്ലേ? പിന്നെ ഈ പഴയതുപോലല്ലോ, ഭയങ്കര തിരക്കല്ലേ, ഭയങ്കര തിരക്കുമാണ്. നമ്മൾ അറിയുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പിന്നെ ചെന്ന് കഴിഞ്ഞാലും നാമജപമൊന്നും നടക്കില്ല, അത്ര തിരക്കാണ്. അപ്പോൾ ഈ നാമജപമൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് എന്തോ വേറെ ചോദിക്കാൻ വന്നതാണ്. വേറെ ഒന്നുമില്ല. അപ്പോൾ നാമം ജപിക്കണം, ഇല്ലേ? ഭയങ്കര ചൂടാണ്.